എന്റെ സഹപാഠി ദേവാന്ത് KS നക്ഷത്ര ചിഹ്നത്തിൽ സ്കൂൾ ലീഡറാകുന്നതിന് മത്സരിക്കുന്നുണ്ട്. പഠനത്തിലും പഠനേതര പ്രവർത്തനങ്ങളിലും അവൻ മുന്നിലാണ്. ദേവാനന്ദ് സ്കൂൾ ലീഡറാവാൻ സ്കൂളിന്റെ അവന്റെ ചിഹ്നം താനെയാണ്. അർജുനോ സ്കൂളിന്റെ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്കൂൾ ഡിസിപ്ലിൻ ആക്കുകയും സ്കൂളിന്റെ നിയമാവലികൾ പാലിക്കുകയും ചെയ്യുമെന്ന് ഞാൻ നമസ്കാരം, ഞാൻ അബ്ദുൽ സിനാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചയം ഉണ്ടാകുന്നില്ല. ഞാനൊരു പുതിയ വർഷ വിദ്യാർത്ഥിയാണ്. എന്നാലും ഞാൻ സ്കൂളിലെ എല്ലാ നിയമങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ പാലിക്കുകയും ചെയ്യും. ഈ സ്കൂളിലെ അഭിമാനത്തിന് കോട്ടയം തട്ടാത്ത വിധത്തിൽ ഞാൻ ഈ സ്കൂളിൽ നോക്കി നടത്തും. നിങ്ങളുടെ എല്ലാ നന്മയാർന്ന ആവശ്യങ്ങൾക്കും ഞാൻ മുന്നിൽ. എൻ്റെ പേര് അർജുന. ഞാൻ സ്കൂളിലായി തിരഞ്ഞെടുക്കപ്പെട്ടു. എൻ്റെ ചിഹ്നം പേനയാണ്. ഞാൻ സ്കൂളിലായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്കൂളിൻ്റെ ഡിസിപ്ലിനും സ്കൂളിൻ്റെ നിയമാവലികൾ പാലിക്കും. എന്റെ പ്രിയ കൂട്ടുകാരി നമസ്കാരം. എന്റെ പേര് ദേവാനന്ദ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ചിഹ്നം നക്ഷത്രം. ഞാൻ സ്കൂൾ ലീഡറായ സ്കൂളിന്റെ അച്ചടക്കവും നിയമാവലികളും ഇന്ന് കേരളമെമ്പാടും എല്ലാ പൊതുവിദ്യാലയങ്ങളിലും പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ്. ജനാധിപത്യ രീതിയിൽ തൃശ്ശൂർ അർണാട്ടുകര THSലും ഇലക്ഷൻ തുടരുകയാണ്. എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഈ വരിയിൽ എല്ലാ കുട്ടികളും സാധാരണ എങ്ങനെയാണോ വോട്ട് ചെയ്യുന്നത് അതേപോലെ ബാലറ്റ് പേപ്പർ യൂസ് ചെയ്ത് വോട്ട് ചെയ്യുകയാണ്. നമുക്ക് കുട്ടികളുടെ അഭിപ്രായം ചോദിക്കാം. ഒരു പുതിയ വോട്ടറിന്റെ അനുഭവം നമുക്ക് കാണാം. എന്താണ് പേര്? ആദ്യമായാണോ എങ്ങനെയുണ്ടായിരുന്നു പുതിയ അനുഭവം? സാധാരണ എങ്ങനെയാണോ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നത് അതുപോലെ തന്നെയാണ് തരകൻ ഹൈസ്കൂൾ അർണാട്ടുകരയിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നിയമസഭ പാർലമെന്റ് ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ, അതുപോലെ 3 ബൂത്തുകളും എങ്ങനെയാണ് നിയമസഭ ഇലക്ഷൻ നടത്തുന്നത് അതുപോലെ തന്നെയാണ് തരകൻ ഹൈസ്കൂൾ അർണാട്ടുകരയിലും സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വിദ്യാലയത്തിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാനത്തിൽ കുട്ടികൾ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും യാതൊരു ഭയമില്ലാതെ യാതൊരു തരത്തിലും സ്വാധീനിക്കാൻ പറ്റാത്ത വിധത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകതര സൗകര്യങ്ങളാണ് വെച്ചത്. 3 ബൂത്തുകളിലായിട്ടാണ് കുട്ടികൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരാൾ വോട്ട് ചെയ്യുന്നത് വേറൊരു കുട്ടി കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ വളരെ രഹസ്യമായ രീതിയിൽ ബാലറ്റും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ബാലറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ലിങ്കും മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടും വളരെ നല്ല ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ വരുന്നത്. വളരെ സന്തോഷമുണ്ട്. സാധാരണ എന്താണ് പേര്? വോട്ട് ചെയ്തോ? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ സ്ഥാനാർത്ഥികൾ ആശംസകൾ. എന്താ പേര്? ഷോൺ. വോട്ട് ചെയ്താ? വോട്ട് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു? സെക്കൻഡ് ഹൈസ്കൂൾ അർണാട്ടുകരയിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. പേര്? എത്രയിലാണ് പഠിക്കുന്നത്? ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ടായിരുന്നു?
സത്യം പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ്. അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും അതിനെക്കുറിച്ചിട്ട് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാനും എങ്ങനെയാണ് വോട്ട് ചെയ്യുകയെന്ന് അറിയാനും വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയൊരു തരകൻസ് ഹൈസ്കൂളിലത്തെ ടീച്ചർമാർക്കും മാഷുമാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. എന്താണ് അഭിപ്രായം? സ്കൂളിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്താണ് പേര്? എത്രയാണ് പഠിക്കണം? 8ാം ക്ലാസ്. ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥി നിൽക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പുതിയ എക്സ്പീരിയൻസ്? നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാ കുട്ടികൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം. തരകൻസ് ഹൈസ്കൂൾ അർണാട്ടുകരയിലെ ഫണ്ട് ഇലക്ഷൻ്റെ ഇൻചാർജ് ടീച്ചറാണെന്ന് ഞാൻ അറിഞ്ഞു. ടീച്ചറുടെ പേര്? അപ്പോൾ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് തരകൻസ് ഹൈസ്കൂളിലെ ഇലക്ഷൻ നടക്കുന്നത്. ഞങ്ങൾക്ക് 3 സ്ഥാനാർത്ഥികളാണുള്ളത്. അവർ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കുകയും വേണ്ട രീതിയിലുള്ള പ്രചരണം നടത്തുകയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇലക്ഷന് വേണ്ടി കുട്ടികളെ തന്നെയാണ് പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, സെക്കൻഡ് പോളിംഗ് ഓഫീസർ, തേർഡ് പോളിംഗ് ഓഫീസർ എന്നിങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇലക്ഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പുതിയതായി വന്ന കുട്ടികൾക്ക് ഇതൊരു തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. തിരഞ്ഞെടുപ്പ് രീതികളെക്കുറിച്ച് ഒരു യഥാർത്ഥ ജ്ഞാനമുണ്ടാക്കാൻ ഈ ഇലക്ഷൻ സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. തരകൻസ് ഹൈസ്കൂൾ അർണാട്ടുകരയിൽ നിന്നും ക്യാമറമാൻ ഏഞ്ചലിനൊപ്പം റിപ്പോർട്ടർ കൃഷ്ണപ്രിയ.